മുട്ടായി തപ്പിയാ മതി. മരുന്ന് തപ്പിയപ്പോ മുട്ടായി കിട്ടി. അമ്മച്ചി, ഇതാ അമ്മച്ചി ഞാൻ പറഞ്ഞ നാരായണൻകുട്ടി. ഞാനങ്ങോട്ട് അനിയത്തിയുടെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു ടി.സി വാങ്ങി. അയാള് തന്നെയാണോ ഇയാൾ? അതോ ഇയാളെ പോലെയാണോ അയാൾ? എന്തോ ഇയാളെ ഞാൻ ടിവിയിലും പത്രത്തിലും ഒക്കെ വക്കാലത്ത് നാരായണൻകുട്ടി. വേണ്ട വക്കീലേ വേണ്ട, ഇയാൾ ഇവിടെ താമസിക്കണ്ട. എനിക്ക് ഈ വയസ്സുകാലത്ത് കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും കേറാൻ വയ്യ. നാരായണൻകുട്ടി അമ്മച്ചിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. വേണ്ട, ഇപ്പം കയറി താമസിക്കും, പിന്നെ അവകാശം പറയും. ഒഴിഞ്ഞു പോണ പ്രശ്നം ഈ ജന്മത്തുണ്ടാവില്ല. ഇയാൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കും. എനിക്ക് വക്കീലിനെ വെക്കാൻ സാമ്പത്തികമില്ല, സഹായിക്കാനും ആരുമില്ല. രാവിലെ ഭയങ്കര ചൂടിലാണല്ലോ. ഈ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അദ്ദേഹം മരിച്ചുപോയി. ഓ, മക്കളൊക്കെ എവിടെയാ? നല്ല ഹാൻഡിലിംഗ്. താങ്ക് യു. കുഴപ്പമായോ? നീ ചളമാക്കിയില്ലേ? നീ എന്തിനാ മക്കളെ കുറിച്ച് ചോദിച്ചത്? എന്തേ മക്കളില്ലേ? ഉണ്ട്, 5 എണ്ണം. പക്ഷെ ഒരെണ്ണം തിരിഞ്ഞു നോക്കത്തില്ല. അതെന്താ അങ്ങനെ? നന്ദി കേട്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാ കാണാൻ രസമാ. എന്നാ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് വഴിപാട് നേരുന്ന മക്കളായാല് വളർത്തി വലുതാക്കിയതിന്റെ കൂലി. നന്ദിയില്ലാത്തവര്. വക്കാലത്ത് നാരായണൻ പറ, വക്കീല് പറ, നന്ദികേടിനെ പോലെ ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നിയമത്തിൽ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല. പക്ഷേ മാപ്പ് കൊടുക്കാം ഒരമ്മയ്ക്ക്. ഞാൻ എന്റെ മക്കൾക്ക് മാപ്പ് കൊടുത്തു. നന്നായി വരട്ടെ. അമ്മേ, വലതുകാലം വെച്ച് കേറ് വക്കാലത്തെ. കേറ്, പക്ഷെ നന്ദികേട് കാണിക്കരുത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, such a personal intervention of the chief minister cannot be treated as an indication of the corrupt motive. That's all, Your Honor. Hey, stop it, I said. കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴി സത്യമായിരിക്കും. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. എന്താണ് ജോലി? ഒരു വക്കീലാണേ. സനതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാൾ വക്കീലാവുമോ? ഓർഡർ. വക്കീൽ എന്തെടുത്തു എന്നാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോടതി, സനത് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ്. ഇയാൾ വക്കീൽ പരീക്ഷ പാസ്സായത്. ഓഹോ, ഒരാൾ എങ്ങനെയെങ്കിലും വക്കീൽ പരീക്ഷ പാസ്സായി കറുത്ത കോട്ടും ഗൗണും അണിഞ്ഞ് കോടതി വളപ്പിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ നിന്ന് ചീട്ട് കളിച്ചത് കൊണ്ടോ വക്കീലാണോന്നുണ്ടോ? ഞാൻ ചീട്ട് കളിക്കാറേ ഇല്ല, യുവർ ഓണർ. വെറും ഓണറല്ല, ഹൗസ് ഓണർ എന്ന് കൂടി പറയൂ. ശരി, വിചാരണ തുടരട്ടെ. സ്വന്തം പിതാവിനെ പോലെ ഒരു വക്കീലായി ഷൈൻ ചെയ്യാൻ കഴിയാത്തതിലുള്ള ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഓർഡർ. കോടതിയിൽ വെച്ച് ഇത്തരം ദുശീലങ്ങളാകാമോ? മദ്യപാനം, പുകവലി, വെറ്റിലമുറുക്ക് എന്നിത്യാദി ദുശീലങ്ങളിൽ നിന്നും മൂക്കിപ്പടി കോടതിയിൽ വർജ്യമല്ലെന്നാണ് ഈ ഉള്ളവൻ സ്വന്തം അപ്പനിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പ്രതി മൂക്കിപ്പടിയുടെ കാര്യത്തിൽ മാത്രം സ്വന്തം പിതാവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പോലീസ് ഭയം, അമിതമായിട്ടുള്ള വാചകമടി എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രതി സ്വന്തം പിതാവിന്റെ യശസ്സിന്റെ 7 അയലോകത്ത് പോലും എത്താനുള്ള യോഗ്യതയില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനം, യൗവനം എന്നിവ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചട്ടങ്ങളിലൂടെ നീതിയും ന്യായവും നടപ്പാക്കി ഓരോ പൗരനും പരമാവധി നീതിയും സംരക്ഷണവും നൽകുക എന്നുള്ള നിയമത്തിന്റെ പ്രധാന ലക്ഷ്യവും പരിഗണിക്കുന്നില്ല എന്ന കുറ്റവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമാൻ അഡ്വക്കേറ്റ് മാത്യു നേരുപറമ്പിൽ. പൊള്ളുന്ന പരമാർത്ഥങ്ങളല്ലേ നീ പറഞ്ഞത്? നാളെ തന്നെ നമുക്ക് ആ ഈശ്വര സുബ്രഹ്മണ്യൻ ഒന്ന് കാണണം. എത്ര അഡ്വക്കേറ്റ്സിനെയാ അയ്യര് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. Good night. For the reasons stated in para 8 of the judgment, found inter alia that there was total negligence on the part of the police department. Baki Nawab Rajyadinte writ petition the same matter. Change the names. Quick, Sikram. Okay, sir. Nancy Tadikanu, control yourself. There is a treatment for it. Shall I tell you? പ്രകൃതി ചികിത്സ ആരെ വക്കാലത്ത് നാരായണൻകുട്ടിയോ? ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സർ. ബൈ ഇതാരാണ്? മനസ്സിലായില്ലല്ലോ. ഞങ്ങളുടെ സ്കൂൾമേറ്റ്സ്. അഡ്വക്കേറ്റ് മാത്യു. മാത്യു ഏത് കോടതിയിലാണ്? സെഷൻസ്. നാരായണൻകുട്ടി ട്രാൻസ്ഫർ ആയി വന്നത് അറിഞ്ഞു. നന്നായി. എപ്പോ വന്നു? ഇന്നലെ വന്നു. നാളെ ജോയിൻ ചെയ്യണം. പിന്നെ
ഞാൻ വന്നത് മിസ്റ്റർ മാത്യുവിനെ സാറിനെ ഏൽപ്പിക്കാനാ. മനസ്സിലായി, അണ്ടർസ്റ്റുഡ്. എന്തിലാണ് ടേസ്റ്റ്? പോലീസ് ഇടപെടാത്ത ഏത് കേസും കൈകാര്യം ചെയ്യാം. യെസ്. സ്വകാര്യ കക്ഷികളുടെ കേസ് എടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് അർഹതയില്ലല്ലോ. പാർട്ട് 3 റൂൾസ് നോക്കുക. ഓക്കെ? പറഞ്ഞാൽ അറിയും, അഡ്വക്കേറ്റ് MM ചാണ്ടിയുടെ മകനാ. ക്രിമിനൽ ലോയർ. അങ്ങേർക്ക് മകനുണ്ടോ? ശരി, നാരായണകുട്ടി പറഞ്ഞതല്ലേ, നിരസിക്കാൻ പറ്റുമോ? മിസ്റ്റർ മാത്യു, പുറത്ത് ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരൂ. അത് വന്ന് ഇൻകം ടാക്സ് ട്രിബ്യൂണലിന്റെ ഒരു വിധി നമുക്ക് ഫേവറബിൾ ആണ്. അയ്യനെന്താ ഇങ്ങനെ? യൂണിയനുള്ള ട്രെയിനിങ് ആണോ ഇയാൾ തരുന്നത്? ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ നാരായണക്കുട്ടി? നീ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ അയ്യരുടെ കോംപ്ലക്സ്. എടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ അഡ്വക്കേറ്റ്സ് ആക്ട് വരെ അരച്ച് കലക്കി കുടിച്ച ആളാണെങ്കിലും ഭൂമസ്ഥനല്ലേ. ബേസിക്കലി ഡിഗ്രിക്കാരോട് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ലേ? അത് തന്നെ. അതിന് ഞാൻ നിന്ന് കൊടുക്കണമല്ലേ? വേണം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളത് വലിയ വലിയ സാമ്രാജ്യങ്ങളാ. നഷ്ടപ്പെടാനോ കുറച്ച് ഫോൾസ് പ്രസ്റ്റീജ്. പിന്നെ ഗുമസ്തൻ. ഞാനൊരു ഗുമസ്തന്റെ മോൻ തന്നെയല്ലടാ. കമോൺ. പിന്നെ ഇത് മാത്യു ഡ്രാഫ്റ്റ് ചെയ്തതാ, കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ. റെയിൽവേയുടെ സർവീസ് ചാർജ്. വണ്ടി നിറങ്ങിയപ്പോ തന്നെ ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. വെറുതെ അല്ല തന്നെ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന് വിളിക്കുന്നത്. മിസ്റ്റർ മാത്യു, pour it in 3 cups. 3 കപ്പിലായിട്ട് ഒഴിക്കടാ. Don't pour it like that. Look here. Pour it. Sir. Thank you. Well drafted, Matthew. Notwithstanding anything stated above, in the facts and circumstances of the case, provided that hence for the ground stated in the petition, എന്നൊക്കെ ഇടയ്ക്ക് തിരി ഇയാൾ ഇംഗ്ലീഷ് ആണെന്ന് കരുതുന്ന വക്കീലന്മാരും ഉണ്ട്. പക്ഷെ മാത്യുവിന്റെ ഡ്രാഫ്റ്റിംഗ് അങ്ങനല്ല. താങ്ക് യു സർ. ഞാനും നാരായണൻകുട്ടിയും വിചാരിച്ചാൽ മാത്യുവിനെ സുപ്രീം കോടതിയിൽ എത്തിക്കാം. താങ്ക് യു സർ. എന്നാ അമാവാസി, കർത്തവാവ് ഇന്നും കൂടെ ഉണ്ടല്ലോ. നേരത്തെ വരാം. അവളുതാൻ അമാവാസി, എന്നോട് വൈഫ്.